joining Fortune was one of the best decisions that I've ever made with my life. And I still hold on to that very strongly even today. The joining Fortune was one of the best decisions I have ever made in my life. ഫോർച്യൂണിനെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഫോർച്യൂണിന് അവിടെ കൂടെ പഠിച്ച ഒരു സ്റ്റുഡൻറ്റ് ആ ഫോർച്യൂണിൽ പഠിച്ചിരുന്നു. ആ പയ്യൻ്റെ പേര് ആദിത്യ എന്നാണ്. ആദിത്യ ആ ഫോർച്യൂണിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. ആദിത്യ നിമിത്തമാണ് ഞങ്ങൾ ഫോർച്യൂണിൽ അഡ്മിഷൻ എടുക്കാൻ കാരണം. അല്ലെങ്കിൽ വേറെ പല സ്ഥാപനങ്ങളും അന്വേഷിച്ച് പോവുകയും ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയെന്നിരിക്കും. ഫോർച്യൂണിലെ അധ്യാപകരുടെ സപ്പോർട്ടാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഫോർച്യൂണിൽ ഞാനാണ് കൊണ്ട് അഡ്മിഷൻ എടുപ്പിക്കുന്നത്. കാരണം നമ്മൾ ഈ മുൻപ് ചരിത്രങ്ങളൊക്കെ നോക്കുമല്ലേ, പഴയ റിസൾട്ട് എങ്ങനെയെന്നൊക്കെ നോക്കിയിട്ട്. കാരണം മുമ്പേ നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു ഇതാണ്. അപ്പം ഞാനിതിനെക്കുറിച്ച് ഞാനും അയാളും ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയും അപ്പോൾ ഫോർച്യൂൺ വരുന്ന റിസൾട്ടൊക്കെ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല സ്ഥാപനം വിചാരിച്ചിട്ട് അയാളിങ്ങനെ എവിടെ പോട്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ആലോചിക്കേണ്ട, നേരെ ഫോർച്യൂണിലോട്ട് വിട്ടോന്ന് പറഞ്ഞ് ഞാനാണ് കൊണ്ടുവന്നൊരു അഡ്മിഷൻ എടുപ്പിക്കും. സെലക്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രീധന്യ മാമിൻ്റെ ഒരു വളരെ കാൻഡിഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടു. അപ്പോൾ അവർ വളരെ കംഫർട്ടബിളായിട്ട് ഇവിടുത്തെ അധ്യാപകരെക്കുറിച്ച് മുനീർ സാർ, ആൻറ്റൺ സാർ, ശൈലേഷ് സാർ എന്നൊക്കെ പേരെടുത്ത്, നിതിൻ സാർ ഇങ്ങനെ പേരെടുത്ത് അവരെക്കുറിച്ച് വളരെ വാംത്തോടു കൂടി സംസാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മെയിൻ സ്ട്രീം വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ അങ്ങനെ ഒരു ആസ്പിരൻറ്റിന് ഇത്രയേറെ അറ്റൻഷനും ശ്രദ്ധയും സ്നേഹവും ലഭിച്ചിട്ടുള്ള ഒരു അക്കാഡമി ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം എന്നുള്ളൊരു ചിന്തയിലാണ് അങ്ങോട്ടേക്ക് വരുന്നത്. സർ, ഞാൻ ആ 1 ഇയർ ബ്രേക്ക് എടുത്തതുപോലെ തന്നെ ഞാൻ എന്ത് കാര്യം തീരുമാനിച്ചാലും അതിനു മുന്നേ ഒരു സെറ്റ് ഓഫ് റിസർച്ച് ചെയ്തിട്ടേ തീരുമാനിക്കുള്ളൂ. ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമിക്കാലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെയും അവിടെ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്ത് കുറേ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് നല്ല റിവ്യൂ കിട്ടിയിട്ടാണ് ഞാൻ ഫോർച്യൂണിലേക്ക് വന്നത്. ഫോർച്യൂൺ അവരുടെ സ്ലോഗനിൽ പറയും പോലെ തന്നെ ഫോർച്യൂൺ വാസ് മോർ ദാൻ ജസ്റ്റ് ആൻ അക്കാഡമി ഫോർ മീ. പിന്നെ ഞാനങ്ങനെ പെട്ടെന്ന് ആരെയും വിശ്വസിക്കുന്ന ആളല്ല. അപ്പോൾ ഫോർച്യൂണിൻ്റെ ആഡൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ റിസൾട്ടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിസർച്ചൊക്കെ നടത്തി ഒരു 10-20 ആൾക്കാരോട്, ഇവിടെ പഠിച്ച ആൾക്കാരോടൊക്കെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് ഈ അക്കാഡമി എന്ന്. അപ്പോൾ ഞാനൊരു 20 ആൾക്കാരോട് ചോദിച്ചതിൽ 19 ആൾക്കാരും എന്നോട് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഒരാൾ എന്നോട് ആകെ ഒരു നെഗറ്റീവ് പറഞ്ഞത് ഇവിടുത്തെ AC ഭയങ്കര തണുപ്പാണ്. അത് മാത്രമാണ് ഫോർച്യൂണിനെ കുറിച്ച് എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ളത്. Fiesta, so I wasn't like, I'm not into singing and dancing and all those things, but our college time, something that you lost, I was also getting it back. I came here, I took part, audience lo undairunnu, I was there that whole day. So ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് മനസ്സിനൊന്ന് ക്ലിയർ അപ്പ് ആക്കി, ഒന്ന് ഫ്രഷ് ആക്കി. ഇറ്റ്സ് ഓൾസോ എ ടൈം ടു ഗെറ്റ് ബാക്ക് സ്ട്രോങ്ങർ. സോ ദ ഫിയസ്റ്റ ഹാസ് എ ഗുഡ് മെമ്മറി. ഞാനങ്ങനെ അത്രയും വലിയൊരു ക്ലാസ് റൂമിലിരുന്ന് പഠിച്ചിട്ട് കുറേ നാളായിട്ടുണ്ട്. ലൈക്ക് IIT ഉണ്ടായിരുന്നു, പക്ഷേ അതിങ്ങനെ ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പ് ഒന്നുമല്ല. പക്ഷെ ഫോർച്യൂണിൽ വന്ന് ജോയിൻ ചെയ്ത് ബാച്ച് 4ലേക്ക് വന്ന് കയറുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരാളാണ്, അപ്പുറത്തിരിക്കുന്ന ആൾ എഞ്ചിനീയറിംഗ് ആണ്, വേറൊരാൾ അഡ്വക്കേറ്റ് ആണ്, വേറൊരാൾ ഡോക്ടറാണ്, ഡെന്റിസ്റ്റ് ആണ്. എന്താ പറയുക, ആ ഒരു കോസ്മോപൊളിറ്റൻ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഈ ഒരു അക്കാഡമിക് ലെവലിൽ കോസ്മോപൊളിറ്റൻ എന്ന് പറയാവുന്ന ഒരു അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിലാണ് വന്ന് പെടുന്നത്. അവിടെയാണെങ്കിൽ ഐ വാസ് ദ എൽഡസ്റ്റ് ഓഫ് ദ ഐ വാസ് ലൈക്ക് എന്താ പറയുക, ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ 28ാമത്തെ വയസ്സിലാണ് ഞാൻ ഫോർച്യൂണിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെയുള്ളവരെല്ലാം 22, 23, 24 വയസ്സുള്ള ചെറിയ പിള്ളേരുമാണ്. സോ അവരൊക്കെ എൻ്റെ അടുത്തൊരു റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ഭയങ്കര എന്താ പറയുക, ഒരു കളിതമാശയും ഇതൊക്കെ ആയിട്ട് പോകുന്ന ഒരു വെരി ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ്, നല്ല അടിപൊളി ലൈഫ് ലോങ് കിട്ടാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒന്നും ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയത് ക്ലാസ്സുകളാണ്. എനിക്ക് ഞാൻ ഒരിക്കലും ഒരു ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകളൊന്നും ഞാൻ ഒരിക്കലും 10ാം ക്ലാസ്സിന് ശേഷം കണ്ടിട്ടില്ലാത്ത ഒരാൾ. ദ മൊമെന്റ് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഹ്യൂമാനിറ്റി സബ്ജക്ട്സ്, ദാറ്റ് വാസ് സംതിങ് വെരി എന്താ പറയുക, ലൈഫ് ചേഞ്ചിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സൈലേഷ് സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് പോളിറ്റി പഠിക്കുന്നതും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നതും അതൊക്കെ എന്താ പറയുക, the way I started, that changed the way I started looking at the world. I would like to take you back to April 16, 2024. അതായത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ്റർവ്യൂ പോയിട്ട് നിൽക്കുന്നു. അതായത് റാങ്ക് ലിസ്റ്റിൽ വരുമെന്ന് പ്രതീക്ഷിച്ച് നിന്ന ഞാൻ, അതായത് അന്ന് തലേദിവസം വൈകിട്ട് അല്ലെങ്കിൽ അന്ന് രാവിലെ വരെ കുറേ അക്കാഡമീസ്, കുറേ ആൾക്കാർ, കുറേ ഫ്രണ്ട്സ് മറ്റേ ബെസ്റ്റ് വിഷസ് അയക്കുമല്ലോ, ഓൾ ദി വെരി ബെസ്റ്റ്, യു വിൽ ബി ഡെഫിനറ്റ്ലി ഇൻ ദ ലിസ്റ്റ്, അതാണ് ഇതാണ് എല്ലാവരും അയച്ചു. പക്ഷേ ഒരു 2 മണിക്ക് റിസൾട്ട് വന്നു.
അത് കഴിഞ്ഞ് ഒരു മണിക്കൂറത്തേക്ക് എൻ്റെ ഫോൺ അനങ്ങിയിട്ടില്ല. അതായത് ആരും തന്നെ വിളിച്ചിട്ടില്ല. തൊട്ട് പുറകെ കോൾ വന്നു സൈലേഷ് സർ, തൊട്ട് പുറകെ കോൾ വന്നു അച്യുത് സർ. ഞാൻ നോക്കിയപ്പോൾ നന്ദോപൻ സാറിൻ്റെ ഒരു ലോങ് 3-4 മിനിറ്റ്സ് ലോങ് മെസ്സേജ് എനിക്ക് വരുന്നു ടെലഗ്രാമിൽ. അതുവരെ എനിക്ക് മെസ്സേജ് കാണുമ്പോൾ മാത്രം സംസാരിച്ച പ്രണവ് സർ എടോ തിരിച്ചു വരണം എന്ന് പറഞ്ഞ് വരിക്കുന്നു. പിന്നെ ഷെറിൻ സർ എനിക്ക് അറിഞ്ഞൂടാ, അതായത് അത്രയും നാളവിടെ ഇല്ലാത്തൊരു മനുഷ്യൻ വിളിച്ചിട്ട് എടോ ഓക്കെ ആടോ. അത് കഴിഞ്ഞ് ഷഹദ് സാർ വിളിക്കുന്നു, നിതിൻ സർ. അതായത് അവർ വിളിച്ചപ്പോൾ ഞാൻ ഓർത്തിട്ട് എന്താ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് പോലും ഇത്രയും കോൾ വരില്ലല്ലോ. അതായത് ആ ഒരു ഫേസിൽ എന്നെ പിടിച്ചു നിർത്തിയത് ഫോർച്യൂണാണ്. കാരണം വേറൊരു അക്കാഡമിയോ ആരും തന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഞാൻ ഏറ്റവും താങ്ക്ഫുൾ ആയിരിക്കുന്നത് ആ ഡേയ്ക്കും ആ ടീച്ചേഴ്സ്, അതായത് അവർ ചെയ്ത ആ ഒരു കാര്യത്തിന്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഫോർച്യൂൺ. കാരണം ഞാൻ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ഹാൻഡ്സിൽ വന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം നമ്മളെപ്പോഴും പറയുമല്ലോ സക്സസ് ഹാസ് മെനി ഫാദേഴ്സ് ബട്ട് ഫെയിലിയർ ഈസ് ആൻ ഓർഫൻ. പക്ഷേ ആ ഒരു ഓർഫൻ ആയിരുന്ന എന്നെ ഒറ്റയ്ക്ക് വിടാതെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഫോർച്യൂണാണ്. അപ്പോൾ താങ്ക് യു ഫോർച്യൂൺ. ആസ് ഐ സെഡ് ബിഫോർ, ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്ത എന്നെ ഒരു മോൾഡ് ചെയ്തെടുത്തത് ഫോർച്യൂണാണ് ഇൻ ടേംസ് ഓഫ് നോളജ്. ആൻഡ് ഓൾസോ ഐ വുഡ് സേ കുറച്ചും കൂടെ ഒരു സ്ട്രോങ്ങർ പേഴ്സൺ എന്നെ ആക്കി മാറ്റാൻ ഫോർച്യൂൺ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. So I think in the journey forward, I would always cherish the memories that I had at Fortune. I would also cherish all the advices that I have received from every single person at Fortune. Fortune IAS Academy. More than just an academy.